ലിജിൻ ജോസ് സംവിധാനം ചെയ്ത് അർച്ചന വാസുദേവ് രചന നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ മലയാളം സിനിമയായിട്ടുള്ള ഹെർ ഒരു ചെറിയ കഥാപരിസരം ഉപയോഗിച്ചിട്ട് ഒരുപാട് സ്ത്രീകളുടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു പരിശ്രമമാണ്. നിർഭാഗ്യവശാൽ തിരക്കഥ ഇത്തരത്തിലുള്ള പലതരം തീമുകളെ നുവാൻസ്ഡ് ആയിട്ട് അവതരിപ്പിക്കുന്നതിൽ പാളിപ്പോകുന്നുണ്ട്. ആന്തോളജി പോലെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റുകൾ വളരെ ചെറുതായതുകൊണ്ട് ഒരു കഥയെ നമ്മളൊന്ന് അടുത്തറിഞ്ഞു വരുമ്പോഴേക്കും സിനിമ അടുത്തതിലേക്ക് നീങ്ങിയിട്ടുണ്ടാകും. ആന്തോളജി പോലെയാണ് ഘടനയെങ്കിലും ബേസിക്കലി ഇതൊരൊറ്റ കഥയാണ്. തിരക്കഥയുടെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൽ വരുന്ന കഥകളെ, പ്രത്യേകിച്ച് 5 കഥകളിലെ 3 എണ്ണത്തിനെയും വളരെ ഫോഴ്സ്ഫുള്ളായി സ്ത്രീകളുടെ പ്രശ്നം പറയുക എന്ന ഉദ്ദേശം മുന്നിൽ വെച്ച് മെയിൻ കഥയിലേക്ക് കുത്തിക്കയറ്റിയതുപോലെ തോന്നി. രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടി ഫീമെയിൽ പേഴ്സ്പെക്റ്റീവ് കഥകളിൽ വരുന്നത് തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് പറയാൻ ശ്രമിക്കുന്ന രീതി, ഡയലോഗുകളും ഡ്രാമയും ഈ കഥകളിൽ സെറ്റ് ചെയ്യുന്നൊരു രീതി അത് വളരെയധികം ലൗഡാണ്. അതുകൊണ്ട് തന്നെ ക്രാഫ്റ്റിൻ്റെ അഭാവം നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യം വരുന്നത് ഐശ്വര്യ രാജേഷ് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രമുള്ള കഥയാണ്. അത് വളരെ ചെറിയൊരു ഡ്യൂറേഷൻ മാത്രമാണുള്ളത്. ആ ഒരു ഭാഗത്ത് ആ കഥാപാത്രം ഒരു ടോയ്ലറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവർക്ക് മുന്നിൽ കൊണ്ടുവരുന്ന തടസ്സങ്ങളൊന്നും അത്ര ഓർഗാനിക്കായിട്ട് അവതരിപ്പിച്ച പോലെ തോന്നിയില്ല. പുരുഷന്മാരുടെ നോട്ടത്തെ ഒരർത്ഥത്തിൽ ഉറുമ്പിനോട് ഉപമിച്ച് പലപ്പോഴും സ്ത്രീകൾ തന്നെ അത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകളെ സഹായിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം പറയാൻ മെറ്റഫോറിക്കലായിട്ടുള്ളൊരു കഥ പറച്ചിൽ രീതിയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കഥാപാത്രം നേരിടുന്ന പ്രശ്നങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് ഒരു സ്വാഭാവികത ഇല്ലാത്ത രീതിയിലാണ്. പിന്നെ ഇതിനൊരു പരിഹാരം പോലെ സിനിമ പറഞ്ഞു വെക്കുന്ന കാര്യവും ഒട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഇതിനകത്ത് ഏറ്റവും വീക്കായിട്ടുള്ള സെഗ്മെന്റ് രമ്യ നമ്പീഷിനെ അവതരിപ്പിച്ചിട്ടുള്ള രേഷ്മ എന്ന ഫിലിം പ്രൊഡ്യൂസർ കം ഇൻഫ്ലുവൻസർ കഥാപാത്രത്തിന്റെ കഥയാണ്. വളരെ ഫേക്കായിട്ടുള്ള ജീവിതം നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഇന്നത്തെ ഒരു വിഭാഗം ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിന്റെ ജീവിതം കാണിക്കാനാണ് ശ്രമം. റെലവൻസ് എന്നൊരു സംഭവം അവിടെ ഉണ്ടെങ്കിലും കഥാപാത്രങ്ങളെ കാരിക്കേച്ചർ സ്വഭാവത്തോടു കൂടി അവതരിപ്പിക്കുന്നത് കൊണ്ടും ഓരോ മൊമെൻറ്റിലും എങ്ങനെയെങ്കിലും സ്പൂഫ് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊരു നിർബന്ധം ഉള്ളത് കൊണ്ടും ആ ഭാഗത്തൊന്നും ഈ കോമഡി വർക്കാവുന്നില്ല. ആ ഭാഗത്ത് വരുന്ന ഫൈനൽ ട്വിസ്റ്റ് അത്യാവശ്യം കൊള്ളാവുന്ന ഒന്നായിരുന്നെങ്കിലും അതുവരെ മുഷ്പിച്ചതിനെ ഇല്ലാതാക്കാൻ ആ ഒരു ട്വിസ്റ്റിന് സാധിക്കുന്നില്ല. പ്രായമായ ദമ്പതികളുടെ കഥ പറയുന്ന ഭാഗം വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഉർവശിയും പ്രതാപോത്തനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഭാഗത്ത് ഒറ്റപ്പെടലിനെ കുറിച്ചും റീപ്ലേസ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ആശങ്കകളെയാണ് തിരക്കഥ അഡ്രസ്സ് ചെയ്യുന്നത്. ഉർവശിയുടെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം കാരണം വളരെ ഡയലോഗ് ഹെവി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു പരിധി വരെ കുറയുന്നുണ്ട്. ലിജോ മോൾ അവതരിപ്പിച്ചിട്ടുള്ള സെഗ്മെൻറ്റിൽ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കേന്ദ്ര കഥാപാത്രം എടുത്ത തീരുമാനത്തിനെ അഭിനന്ദിക്കുന്ന രീതിയിൽ ആ കഥാപാത്രത്തിൻ്റെ മുത്തശ്ശി അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. സാമാന്യം നല്ലപോലെ വലിച്ചു നീട്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്തിന് ഒരു പരിധിവരെ രക്ഷിക്കുന്നത് ആ ഒരു ചിരിയാണ്. റിലേഷൻഷിപ്പിലെ കോമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യുന്ന നമ്മുടെ സ്ഥിരം പാറ്റേൺ മാറ്റിപ്പിടിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 5 ഭാഗങ്ങളിൽ ഏറ്റവും സട്ടിലായി കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഭാഗം ഒരുപക്ഷെ ഈ ഒരു ഭാഗമായിരിക്കും. പാർവതി വരുന്ന ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിന് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കർമ്മ ഇസ് എ ബൂമറാങ് കൈൻഡ് ഓഫ് തീമാണ് ഉള്ളത്. തിരക്കഥ കഥാപാത്രത്തിന് കാര്യങ്ങൾ ബുദ്ധിമുട്ടാവാൻ വേണ്ടി കൊടുക്കുന്ന പണികളൊന്നും നാച്ചുറലായിട്ട് വരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഈ ഒരു ക്യാരക്ടർ പാനിക് ആകുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട എന്ന് ആ ഒരു ക്യാരക്ടർ തീരുമാനിക്കുന്നതിനൊന്നും ഒരു ലോജിക്കൽ സെൻസ് ഉണ്ടായില്ല. നിങ്ങൾ ആംബിയൻ വ്യൂയിങ് അല്ലാതെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് സിനിമ കാണുന്നതെങ്കിൽ ഇതിൻ്റെ അവസാനം വരുന്ന ഒരു മേജർ ട്വിസ്റ്റ് ആദ്യമേ മനസ്സിലാകും. സ്ത്രീകളെക്കുറിച്ചുള്ള സിനിമയായിട്ടാണ് വരുന്നതെങ്കിലും ഒരു തരത്തിലും എല്ലാ സ്ത്രീകളെയും ഗ്ലോറിഫൈ ചെയ്യാൻ ഈ സിനിമ ശ്രമിക്കുന്നില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ളതും ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ളതുമായ സ്ത്രീകളും ഉണ്ട് എന്ന് തന്നെയാണ് അർച്ചന ഈ കഥയിലൂടെ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ പ്രോഗ്രസീവായി വരുന്ന പല കാര്യങ്ങളും ഇൻ യുവർ ഫേസ് രീതിയിലാണ് പല സ്ഥലത്തും അവതരിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഡയലോഗുകളെ വളരെയധികം സിനിമ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലിജോ മോൾ അവതരിപ്പിച്ച കഥാപാത്രത്തെ നോക്കി മുത്തശ്ശി ചിരിക്കുന്നതിന് സമാനമായിട്ടുള്ള മൊമെൻറ്റുകൾ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ റിലേറ്റബിലിറ്റിയും ഇമ്പാക്റ്റും കൂടുതൽ ഉണ്ടാകുമായിരുന്നു. ഇതിനു മുമ്പായി KG ജോർജിനെ കുറിച്ച് 8.5 ഇന്റർ കട്ട്സ് എന്ന ഡോക്യുമെൻ്ററി ഒരുക്കിയിട്ടുള്ള ലിജിൻ ജോസ് ആ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്നത് പോലെയാണ് സിനിമയിലെ ഏറ്റവും അവസാനത്തെ ഷോട്ട് കൺസീവ് ചെയ്തിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ആ ഒരു ട്രിബ്യൂട്ട് അർഹിക്കുന്ന ഒരു സിനിമയാകാൻ ഹെറിന് സാധിക്കാതെ പോയി.